ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജൈവ കൃഷിയുമായി എത്രയോ കാലമായിട്ട് ജൈവ കൃഷിയുമായിട്ട് ബന്ധമുള്ള ജൈവ കർഷക സംഘടനയുടെ തലതൊട്ടപ്പനായ ശ്രീ ഉണ്ണി ഗോപാലമാഷാണ്. അദ്ദേഹം ചേമഞ്ചേരിക്കാരനാണ്. അദ്ദേഹം ഈ ഹരിതാനം ഉള്ള നാൾ മുതൽ തന്നെ നമ്മുടെ എല്ലാവിധത്തിൽ സഹായിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ പരിപാടി 9 മണിക്കെന്ന് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യം 9 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ഇവിടെ എത്തി എന്നുള്ളത് എന്താ പറയുക, വളരെയധികം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. പക്ഷേ എന്തിനാലും നമ്മുടെ ഈ പരിപാടി ഈ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായിരുന്ന റീ അറേഞ്ച്മെൻറ്റ് കാരണം കുറച്ച് നീണ്ടുപോയിരിക്കുന്ന ക്ഷമിക്കണമെന്ന് ഞങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹത്തോട് പറയുകയാണ്. പല പരിപാടികളും അദ്ദേഹത്തിനുണ്ട്, എങ്കിലും അദ്ദേഹം പോവാതെ ഇവിടെ നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഉദ്ഘാടന പൊന്നാട് അടിക്കുന്ന പി ദാമോദരൻ മാഷാണ്. നമ്മുടെ ഹരിതാമൃതം സ്ഥിരം കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഉണ്ണീഷ് പണിക്കർ ചേർത്തല, അദ്ദേഹത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എം ഫൈസൽ മാസ്റ്റർ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വിജിൽ കുമാർ കൗൺസിലർ, അവരെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ടി ഗോപാലൻ മാസ്റ്റർ, സതീശൻ കുരിയാടി, MC ഇബ്രാഹിം, KK കൃഷ്ണൻ, ശരണ്യ കൗൺസിലർ മുതല AV ഗണേശൻ, NN ബിജു മുതലായവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ P സോമശേഖരൻ, P സത്യനാഥൻ, കൊയിലോത്ത് ബാബു CK കരി എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്രോഷർ പ്രകാശനം ശ്രീമതി KP ബിന്ദുവാണ്, മുൻ ചെയർപേഴ്സൺ വടകര നഗരസഭ. ഏറ്റവും വന്ന ബാലകൃഷ്ണ അത്തൂലി, അതായത് വേൾഡ് ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഹോൾഡർ ആൻഡ് പ്രൊപ്പറൈറ്റർ മാണിക്കം നാച്ചുറൽ പ്രൊഡക്ട്സ്, അദ്ദേഹവും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഹരിതാമൃതം ഇന്നലകളിലൂടെ എന്ന ഒരു സംഭവം അവതരിപ്പിക്കുന്നത് നമ്മുടെ ഹരിതാമൃതം സ്ഥിരം കമ്മിറ്റി കൺവീനർ പറന്തോടത്ത് ഗംഗാരേട്ടനാണ്. ഗംഗാരേട്ടനെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ മൺമറഞ്ഞ മഹാരാജാമാർക്ക് സ്മരണാഞ്ജലിയാണ്. അത് അവതരിപ്പിക്കുന്നത് നമ്മുടെ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ KK മുഹമ്മദാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്ന ഹരിതാമൃതം മഹാത്മദേശ സേവാ ട്രസ്റ്റ് ചെയർമാൻ T ശ്രീനിവാസനാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇതിലൊരുക്കുപരിയായി ഈ പരിപാടി ശ്രമിക്കാൻ വേണ്ടി നേരത്തെ തന്നെ വന്നിരിക്കുന്ന നമ്മുടെ വടകരയിലെ എന്താ പറയുക നല്ലവരായ എന്നും നമ്മളോട് യോജിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്ന വടകരയിൽ നല്ലവരായ എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെ അവസാനിക്കുന്നു. 1996 മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് നടന്ന് അധികാരത്തിൽ വന്ന സമയത്ത് അതിൻ്റെ വൈസ് ചെയർമാനായി ഏറെക്കാലം ശ്രീനിവാസനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലൊക്കെ അന്ന് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രചോദനവും കൂടിയും ഉണ്ട് എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ശ്രീനിവാസൻ്റെ ഫാദർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി നല്ല ബന്ധമുള്ള അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്കായിരിക്കും ഈ വിഷയത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഹെൽത്തി ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾക്കറിയാം. ഒന്ന്, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് ഏറ്റവും പ്രധാനം. പഴങ്ങളും പച്ചക്കറികളും, മുഴുവൻ ധാന്യങ്ങൾ, പ്രോട്ടീൻ തുടങ്ങിയ ഭക്ഷണം എന്നിവയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഹെൽത്തി ലൈഫുമായി ബന്ധപ്പെട്ട് കഴിക്കേണ്ടത് എന്നുള്ളത് നമ്മൾക്കറിയാം. രാസവളങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജീവിതശൈലി രോഗങ്ങൾ വലിയ രീതിയിലാണ് പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൈവ പച്ചക്കറിയിലൊക്കെ മാറണം എന്നുള്ളത് വളരെ നേരത്തെ നമ്മൾക്കറിയാമെങ്കിലും നമ്മളൊരു അടുക്കളത്തോട്ടം പോലും നിർമ്മിക്കാൻ നമ്മൾക്ക് സാധ്യമല്ല എന്നുള്ള രീതിയിലേക്കാണ്. അതിൻ്റെ മെനക്കേട്, അതിൻ്റെ ചിലവ് ഒക്കെ വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് വളരെ വേഗം കിട്ടാവുന്ന സാധനങ്ങൾ വാങ്ങുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അടുക്കളത്തോട്ടം വെച്ച് പിടിപ്പിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഉത്ബോധിപ്പിച്ചതാണ്. അത് ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് സ്വയം പര്യാപ്തത ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മൾക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളത്
ഒരു സംശയത്തിനും ഇടയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായിട്ടും വരേണ്ടത് വ്യായാമമാണ്. ദിവസവും കുറഞ്ഞത് ഒരു ദിവസം 30 മിനിറ്റെങ്കിലും വ്യായാമം എടുക്കണം എന്നുള്ളതാണ്. വ്യായാമം ചെയ്യാൻ നേരമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, കുട്ടികൾ ഉൾപ്പെടെ വ്യായാമമില്ല എന്നുള്ള. നേരത്തെ ഒട്ടേറെ കളിസ്ഥലങ്ങളും രാവ് പകൽ കളിച്ച് നടന്നിരുന്ന കുട്ടികൾ ഇപ്പം മുഴുവനും മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ടൊരു കായിക സംസ്കാരം നമ്മൾക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. കളിക്കളങ്ങളിൽ കൂടി ദിവസവും കുട്ടികളെയും മുതിർന്നവരെയും ഓപ്പൺ ജിമ്മിൽ കൂടിയൊക്കെ മുതിർന്നവരുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നല്ല ഇടപെടൽ ഇവിടെ നടത്തുന്നത് പോലെ തന്നെ അതിൻ്റെ ഭാഗമായി അതും നടത്തേണ്ടിയുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു 10-50 വയസ്സ് കഴിഞ്ഞാൽ ഉറക്കക്കുറവ് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നത്തിന് ഇടയാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം ഉണ്ടായിരിക്കണം. 7-8 മണിക്കൂറെങ്കിലും രാത്രി നമ്മൾക്ക് ഉറങ്ങുവാൻ വേണ്ടി പറ്റണം. 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങുവാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമെന്നുള്ളതും ഒരു സംശയവുമില്ലാത്തതാണ്. ഇതൊക്കെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടും കൂടിയും കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. പ്രായമായി വരുമ്പോൾ ഉറക്കം വരുന്നത് ഏകദേശം 2-3-4 മണിക്കൂറായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഉറക്കം വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുതിർന്ന ആളുകൾക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പുകവലിയുമായി ബന്ധപ്പെട്ട് പുകവലിയും മദ്യപാനവും ആരോഗ്യ പ്രശ്നം വലിയ രീതിയിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുകവലി വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. നേരത്തെ പുകവലി വലിയ രീതിയിലുണ്ടായിരുന്നു. പുകവലി ഇപ്പം വളരെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. പുകവലിയും ആരോഗ്യത്തിന് വലിയ പ്രശ്നമുണ്ടാവും എന്നുള്ളതാണ്. ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുള്ളതാണ്. സന്തോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് മാനസികാരോഗ്യം നമ്മൾക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും. ഹാപ്പിനെസ് ഇൻഡെക്സിൽ രാജ്യം വളരെ പുറകോട്ടാണ് എന്നുള്ളതാണ്. ഹാപ്പനിങ് ഇൻഡെക്സിൽ കേരളം കുറേയേറെ മുമ്പോട്ട് പോയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പം ഏറ്റവും പ്രധാനമായും ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വിഷയം, വയോജനങ്ങൾ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ആയുർദൈർഘ്യം വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്. 70, 75, 80 വയസ്സുള്ള ആളുകൾ പോലും ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത്തരം ആളുകളെയൊക്കെ സംരക്ഷിച്ച് പോകണം എന്നുള്ളതാണ്. സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വയോജന കേന്ദ്രങ്ങളൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് സന്തോഷിക്കുവാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം ഭക്ഷണം തന്നെയാണ്. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ വളരെ ബോധവൽക്കരണമാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. നേരത്തെ കഴിഞ്ഞ ജനുവരി 15-നാണെന്നാണ് തോന്നുന്നത്, തവിട് ഒഴിവാക്കാത്ത രീതിയിലുള്ള ഭക്ഷണത്തിൻ്റെ ഒരു ഉദ്ഘാടനം നേരത്തെ നടന്നു. അതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് ആളുകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിപ്പോകുന്നതിൽ ഈ ഹരിതാമൃതം പരിപാടിയൊക്കെ ഈ പരിപാടി ഏറ്റവും ഗുണകരമായി മാറുന്നുണ്ട് എന്നുള്ളതും, മറ്റ് ദീർഘമായിട്ട് കാര്യങ്ങളിലേക്ക് പോവാതെ ഇതിൻ്റെ ഉദ്ഘാടകൻ ഉൾപ്പെടെ ഇതിൻ്റെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളൊക്കെ വേദിയിലുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും അവരൊക്കെ സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കിയാണ്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി എനിക്ക് മറ്റൊരു പരിപാടിയിലേക്കും കൂടി പോകേണ്ടത് കൊണ്ട് അവിടുന്ന് വിളി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ ഒതുക്കി എല്ലാ ആളുകളെയും പ്രസംഗിക്കുവാൻ വേണ്ടി ക്ഷണിക്കുവാൻ വേണ്ടി കഴിയാത്തതും പരിപാടി തീരുന്നത് വരെ ഇരിക്കുവാൻ വേണ്ടി കഴിയാത്ത ഒരു പ്രയാസമുണ്ട്. നിങ്ങളോടൊക്കെ അനുവാദം വാങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. ഞാൻ ഈ വേദിയിൽ നിന്നും പോകും എന്നുള്ളതും കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ പാലോറ ഹൈസ്കൂളിലെ അധ്യാപകനായിരിക്കെ ഞാൻ എങ്ങനെ എൻ്റെ പ്രവൃത്തി നടത്തുന്നു എന്നറിയാൻ വേണ്ടി എൻ്റെ ക്ലാസ്സിൽ വരികയും തൃപ്തികരമായ രീതിയിൽ ഞാനത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന മട്ടിൽ എനിക്ക് അനുഗ്രഹം തരികയും ചെയ്ത ദാമോദരൻ മാസ്റ്റർ എനിക്ക് അന്ന് പൊന്നാട തരാത്തതിന് പകരം ഇന്ന് ആ ചടങ്ങ് അദ്ദേഹം എനിക്ക് ചെയ്തതിൽ അതീവ സന്തുഷ്ടനാണ് ഞാൻ. നാം ഇന്ന് ഈ പരിപാടി ആരോഗ്യത്തിന് ഉതകുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അനേക വിഷയങ്ങൾ നമ്മൾ ഈ പരിപാടിയിൽ കഴിഞ്ഞ കാലത്ത് 15 പരിപാടിയിലും അനേക വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യം, ജനങ്ങളുടെ മറ്റ് ജീവിത രീതികൾ, മണ്ണും മനുഷ്യനുമായുള്ള ബന്ധം എന്നിവയൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു നാടാണ്. ഇന്ത്യയിലെ അതിമനോഹരമായ കാലാവസ്ഥ, ശുദ്ധജലം പ്രവഹിക്കുന്ന അനേകം പുണ്യനദികൾ, മലനിരകൾ, ഒരു നല്ല ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്ന മനുഷ്യർ, അതുപോലെ തന്നെ ചിന്തകന്മാർ, ഗാന്ധിജിയും അതുപോലെ ബുദ്ധനും പോലെയുള്ള വ്യക്തി, ജൈനനും പോലെയുള്ളവരെ ജീവിച്ച നാട്, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങളെ കൂട്ടം കൂട്ടമായി ഇന്ത്യയിലേക്ക് ഈ സൗഭാഗ്യം കണ്ടറിയാൻ വേണ്ടി വരികയും ഇവിടുത്തുകാരായി മാറുകയും ചെയ്തു. എന്നാൽ യൂറോപ്യന്മാർ വന്നത് നമ്മെ കൊള്ളയടിക്കാനായിരുന്നു. അതവർക്ക് സാധ്യമല്ലാതായപ്പോൾ വിട്ടൊഴിഞ്ഞു പോവുകയും പിന്നീട് അവർ പുതിയ തന്ത്രം ആവിഷ്കരിച്ച് ഇന്ന് അത് നമ്മുടെ ഇറക്കുമതി ചുങ്കം, കയറ്റുമതി മുതലായവയുള്ള ചുങ്കം ഏർപ്പെടുത്തി നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിൽ ചൂഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഈ ശക്തികൾക്കെതിരായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആരോഗ്യം വേണം, ആയുസ് വേണം, എല്ലാം വേണം. പക്ഷേ നാം ഇന്ന് അതിൽ നിന്നെല്ലാം പിന്നോക്കം പോയിരിക്കുകയാണ്. ശുദ്ധജലം, അതുപോലെ തന്നെ ശുദ്ധവായു, മായം കലരാത്ത ഭക്ഷണം, വിഷരഹിതമായ ഭക്ഷണം, ഇത് നമ്മുടെ ജന്മാവകാശമാണ്. ഈ ജന്മാവകാശം നമ്മുടേത് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ജന്മാവകാശമാണ്. ആ ജന്മാവകാശം ഇന്ന് ലോകത്തെമ്പാടും ധ്വംസിക്കപ്പെട്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നാം എന്നുള്ളത്. നമ്മുടെ നദികളെക്കുറിച്ച് പറഞ്ഞു. നദികൾ മുഴുവനും കാളിന്തിയായി മാറിയിരിക്കുകയാണ്, അത്രയും വിഷം വമിക്കുന്നവയായി മാറിയിരിക്കുകയാണ്. ഗംഗാനദി പോലും ഇന്ന്, ആ പുണ്യനദി പോലും നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ഇനി വായുമലിനീകരണത്തെക്കുറിച്ച് ഇതിൽ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. വായുമലിനീകരണം ഡൽഹിയിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്സിജൻ ബാരലുകൾ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി
നമ്മെ സംബന്ധിച്ച് വെള്ളവും വായുവും ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഭക്ഷണവും അതുപോലെ തന്നെ മായം ചേർത്ത ഭക്ഷണം അല്ലാത്ത ഭക്ഷണം കിട്ടാൻ പ്രയാസമാണ്. ഇനി ജനങ്ങളും മായം ചേർത്ത ഭക്ഷണം അല്ലെങ്കിൽ പരമ്പരാഗത ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന രീതിയിൽ മാറിയിരിക്കുന്നു. ഭക്ഷണത്തിൽ നമുക്ക് വലിയ വൈവിധ്യമുണ്ടായിരുന്നു. നമ്മെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ രക്ഷിച്ചത് ഈ ഭക്ഷണ വൈവിധ്യമായിരുന്നു. എല്ലാവരും ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കില്ലായിരുന്നു. ഇന്നത് മാറി ഏക ഭക്ഷണത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയാണുള്ളത്. ആ അവസ്ഥ വരുമ്പോഴാണ് ഇവിടെ കൂടുതൽ ദൗർലഭ്യം നേരിടുക. നമുക്ക് നമ്മുടെ ഈ ദുരവസ്ഥയ്ക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു മാപ്പുസാക്ഷിയായി നിൽക്കേണ്ടി വരുന്നത് കൃഷിക്കാരനാണ്. നമ്മുടെ മണ്ണിനെ, വായുവിനെ എല്ലാം തന്നെ അശുദ്ധമാക്കിയതിൽ നല്ലൊരു പങ്ക് കൃഷിക്കാരനുണ്ട്. എന്നാൽ ഈ കൃഷിക്കാരനെ മാത്രം അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്ത് ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വൻകിട കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി നമ്മുടെ വയലുകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ടൺ കണക്കിൽ, ലക്ഷക്കണക്കിന് ടൺ കണക്കിലാണ് കേരളത്തിൽ വയലുകളിലെ പറമ്പിൽ ഈ രാസവളങ്ങളും കീടനാശികളും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നാം ഈ ദുരന്തത്തിൽ നിന്ന് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് ഇന്ന് പഞ്ചാബിലാണ്. പഞ്ചാബ് പരിസര പ്രദേശങ്ങളുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ രാസകൃഷി നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശം അതായതുകൊണ്ടാണ്. ഇങ്ങ് കേരളത്തിലെത്തിയാലും കേരളത്തിലും വീടുകളിൽ 2-3 ക്യാൻസർ രോഗികൾ എന്നുള്ള അവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ആഹാരത്തിലൂടെ തന്നെ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റൂ. സർക്കാരുകളെല്ലാം തന്നെ പുതിയ പുതിയ ആശുപത്രികൾ, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എല്ലാം ഒരുക്കുന്ന ശ്രമത്തിലാണ്. ഇവിടെ ശ്രീനിവാസൻ ഒഴുക്കിനെതിരായി നിന്നുകൊണ്ട് അവിടെയല്ല വേണ്ടത്, താഴെ തട്ടിലാണ് ഈ വിപ്ലവം നടക്കേണ്ടത്. താഴെ തട്ടിൽ നിന്ന് തന്നെ ഈ ക്യാൻസർ വരാതിരിക്കാനുള്ള ചിന്തയിലാണ് ജനങ്ങൾ നീങ്ങേണ്ടതെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം, നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും നല്ല ടൂറിസം ഹെൽത്ത് ടൂറിസം ആയിരിക്കുമെന്ന്. ഹെൽത്ത് ടൂറിസം ആയിരിക്കും നമുക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ അത്രയും ചുരുങ്ങിയ ചെലവിൽ വിദേശികൾക്ക് ചികിത്സ കൊടുക്കാൻ പറ്റിയ രീതിയിൽ നമ്മുടെ ആശുപത്രികളെ വിദേശികൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്കിതിനെല്ലാം തന്നെ എതിർത്ത് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ജൈവ രീതിയിലേക്ക് തന്നെ മടങ്ങേണ്ടിയിരിക്കുന്നു. ജൈവ കൃഷി എന്നാൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ. ജൈവ കൃഷി എന്നാൽ ജൈവ വളം ചേർത്തുകൊണ്ട് നടത്തുന്ന കൃഷിയല്ല ജൈവ കൃഷി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഊന്നേണ്ടതാണ്. ജീവനെ ആധാരമാക്കിയുള്ള കൃഷിയാണ് ജൈവ കൃഷി, അല്ലാതെ രാസവളത്തിന് പകരം ജൈവവളം ഉപയോഗിച്ചുണ്ടാകുന്ന കൃഷിയല്ല. സുഭാഷ് പാലേക്കരുടെ അഭിപ്രായത്തിൽ നമ്മുടെ മണ്ണിൽ നിന്ന് ഒരു ചെടി വലിച്ചെടുക്കുന്നത് കേവലം 1.5 മുതൽ 2% മാത്രമാണ്. ബാക്കി മുഴുവനും അന്തരീക്ഷത്തിൽ നിന്നാണ് എടുക്കുന്നത്. നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ്. അതുപോലെ എല്ലാ മൂലകങ്ങളെയും 16 മൂലകങ്ങളെയും എടുക്കാനുള്ള കഴിവ് നമ്മുടെ സസ്യങ്ങൾക്കുണ്ട്. അവ നിലനിർത്തുകയാണ്. നമുക്കൊരു സൂക്ഷ്മമായ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊടുത്താൽ മാത്രം മതി കൃഷിക്ക്. അതുപോലെ കൃഷിയെ ഇന്നും നമുക്ക് കാണുന്ന രീതിയിൽ വലിയ വില കൊടുത്തുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റാതെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും അതിനൊരുക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് കൃഷിക്ക് ആവശ്യമായ ജലം. അത് വളരെ വിരളമായ കാലഘട്ടത്തിൽ സൂക്ഷ്മ ജലസേചനം നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ ഈ മണ്ണിൻ്റെ പുണ്യം നിലനിർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണം ലഭിക്കും. നമ്മുടെ നല്ല ഭക്ഷണം എന്നുള്ളതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൈക്കുത്തരി അല്ലെങ്കിൽ ഏറ്റവും നല്ല അരി, അക്ഷതം,
അതുകൊണ്ടുള്ള ഭക്ഷണം മാത്രമേ നാം കഴിക്കാവൂ. ഇന്ന് നാം കഴിച്ചു കൊണ്ടിരിക്കുന്നത് അത് വിഷം കലർന്ന ഭക്ഷണമാണ്. ഒരു ഗോഡൗണിൽ നമ്മുടെ ഈ വെളുപ്പിച്ച അരി സൂക്ഷിക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അതിൻ്റെ മുകളിൽ DDT പോലെ തോന്നിക്കുന്ന സാധനത്തിൻ്റെ പേര് വ്യത്യസ്തമായിരിക്കാം, അത് എല്ലാ ആഴ്ചയും ആ ചാക്കിലത് വിതറിയിരിക്കണം. അതിനനുസരിച്ചമായ ചെറിയൊരു വണ്ടിയും അതിൻ്റെ അകത്ത് ഈ രാസവസ്തുവും കൂടിയാണ് എല്ലാ ഗോഡൗണിലും കൊണ്ടുപോയി നിറയ്ക്കുന്നത്. അതിന് ഈ വണ്ടിക്ക് 1.5 അടി വീതിയും ആ ഗ്യാപ്പിന് 2 അടി വീഴ്ത്തി എന്നുള്ള നിലയിലാണ്. ഇത് പോരാ, 10 ദിവസം കൂടുമ്പോൾ ഗോഡൗണിൻ്റെ മുകൾ ഭാഗത്തേക്കും ഈ രാസവസ്തുക്കൾ അടിച്ച് കയറ്റണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഏറ്റവും സുരക്ഷിതമായി നമുക്കിന്ന് കിട്ടുന്ന അരി ലഭിക്കുന്നത്. പറഞ്ഞു കൊണ്ടുവരുന്നത് കഴിയുന്നത്ര നമ്മൾ നമ്മുടെ കൃഷിയെ ജൈവ കൃഷിക്ക് അനുസരിച്ച് ചെയ്യണം. അതിന് നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൃഷിയിടത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു സൂക്ഷ്മ ചുറ്റുപാടുണ്ടാക്കുന്ന വളമാണെങ്കിൽ അത് 5000 കോടിയോളം നമുക്ക് സൂക്ഷ്മജീവികളുള്ള ചാണകമാണ് ഉപയോഗിക്കേണ്ടത്. നാടൻ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ചുള്ള കൃഷിയാണ് നമുക്ക് ആദ്യമായി വേണ്ടത്. നാടൻ പശുവും അതുപോലെ വിദേശ ഇനം പശുവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. എവിടെ നമ്മുടെ ജൈവ രീതിയിൽ കൃഷിയിൽ ചാണകത്തെപ്പറ്റി പറയുന്നോ അത് നാടൻ പശുവിൻ്റെ ആയിരിക്കണം. പുറത്ത് പൂഞ്ഞയുള്ള, അതുപോലെ തന്നെ വാല് നിലത്ത് തട്ടുന്ന, ഒരു ഈച്ച വരുമ്പോൾ ദേഹത്തുനിന്ന് മിന്നലെടുപ്പിക്കാൻ കഴിയുന്ന ആ പശുവാണ് നാടൻ പശു. ആ നാടൻ പശു എന്ന് അതിനെ വളർത്തുകയും അതിൻ്റെ ചാണകം, മൂത്രം എന്നിവ ഈ കൃഷിക്ക് ഇടത്തിൽ ഉപയോഗിച്ചാൽ തന്നെ നല്ല വിളവ് കിട്ടും. നിങ്ങളെല്ലാം പരിശോധിച്ചിട്ട് മനസ്സിലാക്കാൻ, ചീര കൃഷിക്ക് ഏറ്റവും നല്ലത് ഗോമൂത്രമാണ്. അതൊരു 10 ഇരട്ടി വെള്ളം ചേർത്ത് നനച്ചാൽ അത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചീര ലഭിക്കും. അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാക്കുന്ന ജീവാമൃതം എന്നത് ശരിക്കും കൃഷിയിലൊരു അമൃത തന്നെയാണ്, അമൃത സേവനം തന്നെയാണ് അവിടെ കൃഷിയിടത്തിൽ നടക്കുന്നത്. 10 കിലോ ചാണകം, 10 ലിറ്റർ മൂത്രം, 2 കിലോ ഏതെങ്കിലും പയറ് അരച്ചതോ പൊടിച്ചതോ, 2 കിലോ നാടൻ ശർക്കര, കറുത്ത ശർക്കര, കാരം ചേർക്കാത്ത ശർക്കര, ഇത് കൂട്ടി ഒരു 200 ലിറ്റർ ഡ്രമ്മിലിട്ട് ഇളക്കി, അതുപോലെ അതിലേക്ക് ഒരു പിടി നല്ല രാസവളം ചേരാത്ത മണ്ണും ചേർത്താൽ, ഒരു പിടി മണ്ണും ചേർത്തിട്ട് 2 ദിവസം 3 നേരം ഇളക്കിയാൽ കിട്ടുന്നതാണ് ജീവാമൃതം. ഈ ജീവാമൃതം മാത്രം മതി നമ്മുടെ കൃഷിക്ക് എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്ന നമുക്ക് കൃഷി വിജയകരമാക്കാൻ പറ്റും. ഞാനത് വെറും വാക്കാൽ പറയുന്നതല്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഈ ജീവാമൃതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ജീവാമൃതം മാത്രമാണ് ഞാൻ വളമായിട്ട് ഉപയോഗിക്കുന്നത്. 1000 വെണ്ട കൃഷി ചെയ്യുമ്പോൾ ഈ ജീവാമൃതം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് എനിക്ക് നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നാടൻ പശു എന്നുള്ളതിൽ അവിടെ വിട്ടുവീഴ്ചയില്ല. മറ്റേ പശുവിൻ്റെ അതുപോലെ തന്നെയാണ് ഗവ്യ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴും A2 പാല് എന്ന 2ാം നമ്പർ പാലാണ് ഈ നാടൻ പശുക്കൾക്ക്, ഇന്ത്യൻ പശുക്കൾക്കുള്ളത്. 1ാം നമ്പർ പാല് ജേഴ്സി, അച്ചപ്പ് മുതലായ പശുക്കളുടേതാണ്. അവയുടെ പാലിന് ഉള്ള ഓട്ടിസം പോലും കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റിയ വസ്തുക്കളെ ഈ നമ്പർ 1 പാലിലുണ്ടെങ്കിൽ നമ്പർ 2 പാല് അങ്ങനെ ഒരു അംശമില്ലെന്ന് മാത്രമല്ല, കുട്ടികളുടെയും പ്രായം ചെന്നവരുടെയും തലച്ചോറിന് ആരോഗ്യം പകരുന്ന ഒന്നാണ് ഈ നാടൻ പശുവിൻ്റെ പാലും അതിൻ്റെ ഉൽപ്പന്നങ്ങളും. ലോക മാർക്കറ്റിൽ ഇന്നത് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന. അതുപോലെ തന്നെയാണ് പറയുമ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നല്ല ഇതുപോലുള്ള കന്നുകാലികളെ കയറ്റി അയച്ചു കൊണ്ടിരിക്കുകയാണ്. വിദേശ മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയതാണ് ഇന്ത്യൻ കാലികളുടെ മാംസം. പോരാ,
ഏറ്റവും മാർക്കറ്റുള്ളതാണ് അവയുടെ ഇന്ത്യൻ പശുക്കളുടെ കുടൽ. ഒരു 10, 50, 60 വസ്തുക്കൾ നമ്മുടെ പശുവിൻ്റെ നമ്മുടെ കാലുകട ശരീരത്തിൽ നമുക്ക് ആവശ്യത്തിനായി കിട്ടുന്നുണ്ട്. നാടൻ പശുവിന് നമുക്ക് ഇന്ന് വളരെ തുച്ഛമായ രീതിയിൽ, വളരെ ചുരുങ്ങിയ ചിലവിൽ നാടൻ പശുവിനെ വളർത്താൻ പറ്റും. ഒരു 10 രൂപ കൊടുത്താൽ ഒരു നാടൻ കന്നുകുട്ടിയെ നമ്മുടെ കാസർഗോഡിന് കിട്ടും. അതിലുണ്ടായ വെച്ചൂർ പശുക്കൾ ഇപ്പോൾ ധാരാളം കോഴിക്കോട് ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ നാടൻ പശുവിൻ്റേതായിരിക്കണമെന്ന് നിർബന്ധമുള്ളൂ. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ ഈ നമ്മുടെ ആരോഗ്യത്തിന് വലിയ ഭക്ഷണം എന്നത് നേരത്തെ പറഞ്ഞ ഈ തവിട് കളയാത്ത അരിയും അതുപോലുള്ള നമ്മുടെ വീട്ടിലും നമ്മുടെ ഗ്രാമത്തിലും ഉണ്ടാകുന്ന വസ്തുക്കളും ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമുക്ക് ഇറക്കുമതി ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോട്ടീൻ പോലുള്ള പൗഡറുകൾ വാങ്ങി കഴിച്ചോ അത് നമ്മുടെ ശുദ്ധ ഭക്ഷണമാകുന്നില്ല. നല്ല ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ജന്മാവകാശമാണ്. അത് നേടിയെടുക്കുന്നതിൽ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഏതൊരു വസ്തു നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാലും അതൊക്കെ വിഷം കലർന്ന വസ്തുക്കൾ തന്നെയാണ്. നമുക്ക് വിഷരഹിതമായ ഭക്ഷണം ലഭ്യമാകണമെങ്കിൽ നാം തന്നെ അതിന് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീനി ഇത്തരം പരിപാടികളെ എല്ലാ വർഷവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ആരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വിവിധതരം സെമിനാറുകൾ, ആരോഗ്യ സെമിനാറുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും അത്തരം സെമിനാറുകൾ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് എല്ലാവിധ സഹകരണങ്ങളും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നല്ല ജലദോഷമുള്ളത് കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ അല്പം പ്രയാസമുണ്ട്. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ലൈബ്രറിയുടെ ഈ ബ്രോഷർ പ്രകാശനം ചെയ്താൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ബഹുമാന്യ അധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ ഉണ്ണിഗോപാൽ മാസ്റ്റർ, അതുപോലെ തന്നെ റിട്ടയർഡ് AD ശ്രീ ദാമോദരൻ മാസ്റ്റർ, ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സ്നേഹിതന്മാർ, ഹരിതാമൃതം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്ന് ധാരാളം ഹോസ്പിറ്റലുകൾ ഉയർന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മുടെ ഭക്ഷണ രീതി തെറ്റായ രീതിയിലാണെന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ വടകര തന്നെ ഇപ്പം വലിയ 1-2 ആശുപത്രികൾ നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് മുമ്പോട്ട് പോകുന്നത്. ആ ഒരു അവസരത്തിൽ വളരെ കാലമായി ഇവിടെ നടത്തിവരുന്ന ഈ ഹരിതാമൃതം എന്ന പ്രസ്ഥാനം ജനങ്ങൾക്ക് ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ജൈവകൃഷിയെ സംബന്ധിച്ചും വിഷരഹിതമായ ഭക്ഷണത്തെ സംബന്ധിച്ചുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള സാധിക്കുന്ന ഒരു വേദിയായിട്ടാണ് നമ്മൾ ഈ ഹരിതാമൃതത്തെ കാണേണ്ടത് കണ്ടതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹരിതാമൃതം സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ഇത് തുടങ്ങിയ കാലഘട്ടം മുതൽക്ക് വളരെ സഹകരിച്ച് പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെനിക്ക് വളരെ കൃതാർത്ഥതയുണ്ട് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ ആശംസകളും ഈ ഓരോ കൊല്ലവും ഈ പരിപാടി വൻ വിജയമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറുവാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഒരു സംസ്കാരം, പൗരാണിക സംസ്കാരം, നമ്മളതിനെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നു. അതിൽ ഒരുപാട് കൈവഴികളുണ്ടായിരുന്നു. 2500 കൊല്ലം മുമ്പ് ജീവിച്ച ഗൗതമ ബുദ്ധൻ്റെ സംസ്കാരം അതിലുണ്ട്. വർദ്ധമാന മഹാവീരൻ്റെ സംസ്കാരം അതിലുണ്ട്. ഇങ്ങേ തറ്റത്തേക്ക് അയ്യങ്കാളി മുതൽ പൊയ്കയിൽ അപ്പച്ചൻ, ശ്രീനാരായണ ഗുരു, ഇങ്ങനെയുള്ള എല്ലാ മഹാരഥന്മാരുടെയും സംഭാവനകൾ ഒഴുകിച്ചേർന്നിട്ടുള്ള ഒരു ഭാരതീയ സംസ്കാരം.
ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെ വളർന്നു വരുന്ന ഒരു ആരോഗ്യശാസ്ത്രവുമുണ്ട്. പൗരാണിക ആചാര്യന്മാർ ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ആയുർവേദം, അതിനൊരു വേദം ആയിട്ട് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അത് ആത്മീയ ചിന്തകളിൽ നിന്ന് വിമുക്തമല്ലാത്ത രീതിയിലുള്ള അതുമായി ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണ സമ്പ്രദായം ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ആധുനികമായ രൂപത്തിലാണ് നമ്മളിന്ന് പ്രകൃതി ചികിത്സ, പ്രകൃതി ജീവനം എന്നൊക്കെ പറയുന്നത്. അതിനെ ഒന്ന് പുനരുത്ഥാനം ചെയ്ത് ആധുനികമായ രീതിയിൽ അത് അവതരിപ്പിക്കുക, ആധുനിക ജീവിതത്തിന് അനുയോജ്യമായ രീതിയിൽ അത് അവതരിപ്പിക്കുക, അതിന് ചില മാറ്റങ്ങളും ഭേദഗതികളും ഏറ്റക്കുറച്ചിലുകളൊക്കെ നടത്തി പരിഷ്കൃത സമൂഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ പുനരാവിഷ്കരിക്കുക എന്നുള്ള മഹത്തായ ധർമ്മം ഹരിതാമൃതം എന്ന ഈ പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പല വിമർശനങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആ വിമർശനങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട്, പൂർണ്ണമായി അവഗണിക്കുന്ന ഞാൻ പറയുന്നില്ല, ആധുനികതയെ പൂർണ്ണമായി തള്ളിക്കളയുക എന്ന് പറയുന്നത് അത് ഒരു മൗഢ്യമാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെ, പുതിയ പുതിയ ഗവേഷണങ്ങളെ ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുത നമ്മൾ കാണിക്കണം. അല്ലാതെ വെറും പ്രാചീനത എന്ന പേരിൽ, വെറും പൗരാണിക എന്ന പേരിൽ അതൊരു ഡോഗ്മാറ്റിസമാക്കി, അത് ഒരു വരട്ട് തത്വവാദമോ മൗലികതാവാദമോ ആക്കി വളർത്തിക്കൊണ്ടുവരാതെ കുറച്ചും കൂടി ലിബറൽ ചിന്താഗതി ആ രംഗത്ത് ഉണ്ടാക്കുകയും ആധുനികതയോട് കൈകോർത്തുകൊണ്ടുള്ള ഒരു പൗരാണികത എന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുകയും ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഹരിതാമൃതം പ്രസ്ഥാനത്തിന് എല്ലാവിധ ശുഭാശംസകളും അർപ്പിക്കുന്നു. ഈ ഹരിതാമൃതം 2026 എന്ന പരിപാടി വളരെ മനോഹരമായി തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിറഞ്ഞ ഈ സദസ്സ് തന്നെ അതിനെ മനോഹരമാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും നമ്മുടെ ഈ സദസ്സ് നോക്കിയാലും നമ്മുടെ യൂത്തിനെ ഇവിടെയും കാണുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സോമൻ കടലൂരിൻ്റെ മാഷിൻ്റെ കവിത പോലെ തന്നെ എവിടെയാണ് നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത് തന്നെ ഇവിടെയും നമ്മുടെ യൂത്തിനെ കാണുന്നില്ല. നമ്മളിന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി നടത്തേണ്ട ഒരു പരിപാടി തന്നെയാണ് ഈ ഹരിതാമൃതം പരിപാടി. എങ്കിലും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ യുവതലമുറയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നിട്ടും അവരെ നമുക്കിതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ജങ്ക് ഫുഡുകളുടെയും ഫാസ്റ്റ് ഫുഡുകളുടെയും ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനടക്കമുള്ള അമ്മമാർ ഇന്ന് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ഫാസ്റ്റ് ഫുഡുകളെയൊക്കെ തന്നെയാണ്. ഇതൊക്കെ മാറി നല്ലൊരു ജൈവ വൈവിധ്യമാക്കി മാറ്റാൻ നമ്മുടെ നാടിനെ നമുക്കും കഴിയട്ടെ. കൂടാതെ നമ്മുടെയൊക്കെ ഒരു കൊച്ചു അഹങ്കാരം തന്നെയാണ് ഹരിതാഭയും പച്ചപ്പും നിറഞ്ഞ നമ്മുടെ കുഞ്ഞു കേരളം എന്നത്. പക്ഷേ അതൊക്കെ മാറി നമ്മുടെ നാടിപ്പോൾ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് നേരത്തെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുക്കളത്തോട്ടമായും നല്ല നല്ല ഭക്ഷ്യ വിഭവങ്ങളായും നമുക്ക് നമ്മുടെ പുതുതലമുറയ്ക്ക് നൽകാൻ കഴിയട്ടെ. ഇത്തരത്തിലുള്ള ഹരിതാമൃതം പരിപാടികൾ വൻ വിജയത്തോടെ ഇനിയും നടത്താൻ കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. ശ്രീനിവാസിൻ്റെ ഈ സംരംഭത്തിൻ്റെ തുടക്കം പക്ഷെ നമ്മൾ വടകരയിലെല്ലാവരും വളരെ ഒരു ലാഘവത്തോടു കൂടി കണ്ടതാണ്. ശ്രീനിവാസൻ ഒരു വലിയൊരു സന്ദേശമാണ് ഈ ഹരിതാമൃതത്തിലൂടെ കേരളത്തിലെയും ഭാരതത്തിലെയും വർത്തമാനകാലത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്ന സന്ദേശം. ശ്രീനിവാസൻ ചെറുപ്പം കലാസാംസ്കാരികത്തിലായിരുന്നു, പിന്നീട് രാഷ്ട്രീയത്തിലായിരുന്നു. ഇപ്പോഴീ വേറിട്ട ഈ സന്ദേശത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാ നാട്ടുകാരും കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ വർത്തമാനകാലത്തിൽ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സന്ദേശം കൂടിയാണിത്. ഇവിടെ മുന്നേ പ്രസംഗിച്ചവർ സമ്പന്നമായ ഭാരതത്തിൻ്റെ, വിശേഷിച്ച് കേരളത്തിലെ ഇവിടെ ജന്മം കിട്ടിയത് തന്നെ നമുക്കൊരു പുണ്യമാണ് എന്ന സന്ദേശമാണ് എനിക്ക് ഈ വേദിയിൽ നിന്ന് പലരും സംസാരിച്ചപ്പോൾ മനസ്സിലായത്. എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല. കാലഘട്ടത്തിൻ്റെ, പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഈ ഹരിതാമൃതം. അത് ഇനിയും ഉയരത്തിൽ പോകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഇവിടെ വരാനും ഇന്നലെ പെട്ടെന്ന് വൈകുന്നേരമാണ് എനിക്കൊരു ഫോൺ വിളി കിട്ടിയത്.
ഒരു പ്രിപ്പറേഷൻ ചെയ്ത് ഈ കാര്യത്തെ പറ്റി പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഇതിനെല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 16 വർഷം 16 വർഷത്തിലേക്ക് കിടക്കുന്ന ഈ സംരംഭം നേരത്തെ MC പറഞ്ഞതുപോലെ ശ്രീനിവാസൻ്റെ ഒരു തമാശ എന്നുള്ള രൂപത്തിൽ നോക്കിക്കണ്ട ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ട് നമ്മുടെ നാട് നഗരവൽക്കരിക്കുന്നതോടൊപ്പം ഒരുപിടി ഗുളികകളും മരുന്നുകളൊക്കെയായി ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു 60-65 വയസ്സുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൻ്റെ ഉയർച്ചയും താഴ്ചയും കണ്ടതാണ്. ദാരിദ്ര്യത്തിൽ പൊതിഞ്ഞ ഒരു കാലം നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ്. ഇന്ന് ആ ഒരു സ്ഥിതി മാറി നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ വലിയ മാറ്റം വന്നു. ഇപ്പോൾ ഒരു കല്യാണ വീട് അല്ലെങ്കിൽ കല്യാണ ഓഡിറ്റോറിയത്തിൽ വേസ്റ്റിൽ കൊണ്ടിടുന്ന ഭക്ഷണം നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ പഴയ തലമുറക്ക് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. പുതിയ തലമുറക്ക് അതൊന്നും ഒരു വലിയ കാര്യമല്ല എന്നുള്ള രൂപത്തിലാണ് അവരുടെ ജീവിതചര്യകൾ അല്ലെങ്കിൽ അവർ കണ്ടു വളർന്നത് അങ്ങനെയാണ്. ദാരിദ്ര്യം എന്താണെന്ന് അറിയാത്ത ഒരു പൊതുസമൂഹമാണ് അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷനാണിപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ജോലി ആവശ്യാർത്ഥം മറ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ പോയി ധനം സമ്പാദിച്ച് നല്ല വീടുകളൊക്കെ എടുത്ത് അതിൻ്റെ ഫലമായിക്കൊണ്ട് ആ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഭക്ഷണ രൂപം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. നമ്മളൊക്കെ കേൾവിയില്ലാത്ത ഭക്ഷണങ്ങളാണ് ഇപ്പോൾ പല ഹോട്ടലുകളിലും മുളച്ച് പൊന്തിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ കുഴിമന്തി എന്തൊക്കെയോ നമുക്കറിയില്ല. പുതിയ തലമുറക്കൊന്നും അല്ലാതെ കണ്ട് പഴയ ആളുകൾക്കൊന്നും പല ഭക്ഷണത്തെ രീതിയെപ്പറ്റിയും ഭക്ഷണത്തിൻ്റെ എന്താണ് ഇവരുണ്ടാക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു ബോധ്യവുമില്ല. അങ്ങനെ അതൊക്കെ വാരി തിന്ന് വളർന്ന് വരുന്ന ഒരു ജനസമൂഹമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഹരിതാമൃതം പോലെയുള്ള ഒരു സംഘടനയുടെ പ്രസക്തി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ വടകരയിൽ വളർന്നു വരുന്നത്. കാലഘട്ടത്തിൻ്റെ ആവശ്യമായി ഈ ഹരിതാമൃതം വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മുൻപന്തിയിൽ പ്രവർത്തിച്ച മിസ്റ്റർ ശ്രീനിവാസനും അതേപോലെ തന്നെ ദാമോദരൻ മാഷ് എന്ന് വെക്കേണ്ട എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. ഹരിതാമൃതം ഞാൻ കണ്ടത് 5 വർഷം മുമ്പ് മുതലാണ്. അന്നു മുതൽ ഇത് കൃത്യമായി ഫെബ്രുവരി നടന്നു പോകുന്നു. എല്ലാവിധ ജൈവ വൈവിധ്യങ്ങളോടുകൂടി തന്നെ നടന്നു പോകുന്നു. അപ്പോൾ ഇതിനകത്ത് ശ്രീനിവാസ് സാർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വലിയ കഴിവും പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 10-12 മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരും പിന്നെ നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരും കൂടി ഇതൊരു വലിയ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ജൈവ ആഘോഷമായി മാറുന്നുണ്ട്. ഇതിനകത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത് ദയാൽ സാറാണ്. ഞങ്ങളുടെ പേട്രനാണ്. ആലപ്പുഴ ജില്ലാ ജൈവ കർഷക സംഘത്തിൻ്റെ പേട്രനാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ മേലാത്തത്, അതായത് ഞങ്ങളുടെ അവിടെ ആലപ്പുഴ ജില്ലയിൽ ഇതിൻ്റെ ഒരു മീറ്റിംഗ്, അതായത് എല്ലാ ആൾ കേരള ജൈവ കർഷകരുടെ ഒരു അവാർഡ് ദാന ചടങ്ങിൻ്റെ ശരിയായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമാണ്. എല്ലാ ജില്ലയിലും പോയി ഓരോരുത്തരെ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ ഒരു ഇതെടുത്തിട്ട് അവർ ഓരോരുത്തർ കൃഷി ചെയ്യുന്ന രീതികളും ഇപ്പോഴത്തെ മോഡേൺ കൃഷി രീതികളും എല്ലാം കൂട്ടി നമ്മൾ അവാർഡ് നിശ്ചയിക്കുന്ന ഒരു സമയമാണിപ്പം. മാർച്ചിലാണ് ഇതിൻ്റെ ശരിക്കുള്ള അവാർഡ് ദാന ചടങ്ങുകൾ. അതിന് സംബന്ധിക്കേണ്ടത് കൊണ്ട് സാറ് അതിൻ്റെ ഇവാലുവേഷനിൽ അതിൻ്റെ ചെയർമാനുമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് വരാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 ദിവസം ഈ 5 ദിവസത്തിനകത്ത് ഏതെങ്കിലും ഒരു ദിവസം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ജൈവകർഷക സംഘത്തിൻ്റെ പേട്രനാണ് സാറ്. ഏതായാലും അത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് നടക്കുന്ന ഈ ഹരിതാമൃതം പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ സംഘത്തിൻ്റെ, അതായത് ജൈവകർഷക സംഘം ആലപ്പുഴയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പറഞ്ഞു, ആദ്യത്തെ വിപ്ലവം നടന്നവൻ
ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഈ സ്വാതന്ത്ര്യം, സമരം ഒക്കെ പറഞ്ഞവന് വ്യവസായം നടന്ന് ലാഭമുണ്ടാക്കിയാൻ തുടങ്ങിയപ്പോൾ അവൻ എല്ലാ സ്ഥലത്തും കോളനികൾ സ്ഥാപിച്ചു, അവിടുത്തെ സംസ്കാരം നശിപ്പിച്ചു, അവിടുത്തെ ഭാഷ നശിപ്പിച്ചു, അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, വൈദ്യ സമ്പ്രദായം പോലും. അവർക്കതിലൊരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവർ കണ്ടെത്തി. അമേരിക്കക്ക് അവരുടെ താല്പര്യമാണ് പ്രധാനം. ഫ്രാൻസിൻ്റെ അതിന് താല്പര്യമായിരുന്നു. അങ്ങനെ നമ്മൾ നശിച്ചു പോയ ഒരു പൗരാണിക സമ്പ്രദായത്തിൻ്റേത് മാത്രമല്ല, നശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മധൈര്യത്തിനെ പറ്റിയുള്ള ഒരു പുനരുദ്ധാരമാണ് ഹരിതാമൃതം എന്ന് പറയുന്നത്. ഇന്നലെ വരെ എവിടെയാണ് ഞാൻ പോകേണ്ടത് എന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ രോഗിയാവുന്നു? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പറയും നമ്മുടെ ജീവിത സമ്പ്രദായങ്ങൾ മാറിയിരിക്കുന്നു. ആ മാറ്റത്തിൽ ബിരിയാണി നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരിക്കുന്നു. കുത്തുനെല്ലി അരിക്കുത്തിയുടെ ഹരിതാമൃതം ഇറക്കുന്ന ഒരു പുതിയൊരു അത് നിങ്ങളൊന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ ഇവിടെ കിട്ടും. അല്ലെങ്കിൽ അവിടെ ഓർഡർ ചെയ്താൽ നാളെയോ മറ്റന്നാളോ കിട്ടും. അരിക്കുത്തരി കൊണ്ടുള്ള ഭക്ഷണം എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാതായിരിക്കുന്നു. ഏതായാലും ശരി, പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും പണ്ട് ഈ ഗാഡ്ഗിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കുറച്ച് 2-3 കൊല്ലം മുമ്പ് പറഞ്ഞു, ഈ പശ്ചിമഘട്ടത്തിൻ്റെ കേരളത്തിൻ്റെ സർവനാശം അടുത്ത യുഗത്തിൽ സംഭവിക്കേണ്ടതല്ല. ഈ രീതിയിൽ പ്രകൃതി ചൂഷണം ചെയ്താൽ 5 വർഷം കൊണ്ട് ഇതിൻ്റെ ഫലം നിങ്ങൾ അറിയേണ്ടി വരുമെന്ന് പറഞ്ഞ ഗാഡ്ഗിലിനെ ഞാൻ ഓർമ്മിക്കുന്നു. ആ ഫലമാണ് കഴിഞ്ഞ പ്രളയവും ഉരുൾപൊട്ടലും ഇനിയും വരാനിരിക്കുന്ന സർവനാശത്തിൻ്റെ. ഒരു ജനതയുടെ ആരോഗ്യം മുഴുവൻ സർവനാശത്തിൻ്റെ വക്കിലാണ്. ഒരു ജനത കുടിക്കേണ്ട വെള്ളത്തിനെ പറ്റി, വിഷാംശം പെടുന്ന വെള്ളം കുടിക്കേണ്ടെന്ന് ശപിക്കപ്പെട്ട അഭിശപ്തമായ സമൂഹത്തിനെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഹരിതാമൃതം. പ്രിയപ്പെട്ടവരെ, ഭീതിയോടുകൂടി നമുക്ക് നോക്കി നിൽക്കാം. പഴയ തലമുറ, പുതിയ തലമുറ പലരും അമേരിക്കയിൽ പോയപ്പോൾ, കാനഡയിൽ പോയപ്പോൾ, ഓസ്ട്രേലിയയിൽ പോയപ്പോൾ വയസ്സായ അച്ഛനും അമ്മയും പലപ്പോഴും വീട് കാവൽക്കാരാണ്. ഈ വീട് കാവലിന് അച്ഛനെ സന്തോഷിപ്പിക്കാൻ ഒരു നായനെ കൂടി വാങ്ങിക്കൊടുത്ത ഒരു മകനുണ്ടായിരുന്നു. ഈ നായനെ നോക്കി ഈ വയസ്സായ അച്ഛൻ പറഞ്ഞു, ജീവിതത്തിൻ്റെ അവസാന കാലം ഞാൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നു, ഈ നായ്ക്കാണ് ഈ മനുഷ്യനേക്കാൾ നന്ദി. പ്രിയപ്പെട്ടവരെ, നന്ദി കെട്ടവരായിക്കൂടാ ഈ പ്രകൃതിയോട്. ഈ പ്രകൃതി നാളെ നിങ്ങൾ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കേണ്ടവരാണ്. ഈ ജീവിത സമ്പ്രദായം നിങ്ങൾ പുതിയ തലമുറക്ക്, പഴയ ഒരു അധ്യാപകൻ നിലക്ക് പ്രിയപ്പെട്ടവരെ, ഈ ഹരിതാമൃതം ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം. 2008 ആരംഭിച്ച മഹാത്മാ ദേശ സേവ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചു. അതിന് 2 വർഷം കഴിഞ്ഞ് 2010 ഈ ഹരിതാമൃതം എന്ന ഈ പരിപാടി ആരംഭിക്കുന്നത്. നവജാത ശിശുക്കൾക്ക് പോലും ജരാനര ബാധിച്ച കേരളത്തിൽ പാലാഴി മതത്തിൻ്റെ സമയം സമാഗതമായിരിക്കുന്നു എന്ന സന്ദേശത്തോടുകൂടിയാണ് 2010 ഈ പരിപാടി ആരംഭിച്ചത്. അതിനുശേഷം 15 വർഷം കഴിഞ്ഞ് 16ാമത്തെ വർഷമാണിത്. ഈ വർഷങ്ങളിലെല്ലാം തന്നെ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത് നടത്തിയത്. ഈ സന്ദേശം ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല, ഈ സന്ദേശങ്ങളെല്ലാം തന്നെ പ്രായോഗികമാക്കാൻ വേണ്ട ധീരമായ പ്രവർത്തനങ്ങൾ ഈ 15 വർഷങ്ങളിലും നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ കാലമത്രയും ഈ ഹരിതാമൃതത്തോടൊപ്പം നിന്ന നിരവധി പേരുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും ഇനിയും നമുക്ക് ഈ നന്മ, അതായത് ഒരു നന്മയുടെ ലോകം സൃഷ്ടിക്കുക എന്ന ഉത്കടമായ ആവേശത്തിൻ്റെ അലയടികളായിരുന്നു ഈ പ്രവർത്തനത്തിൻ്റെ പിന്നണിയിൽ നിന്ന്
നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2011 വിഷരഹിതമായ ഭക്ഷണവും ഔഷധവും ലഭ്യമാക്കുക എന്ന സന്ദേശവുമായാണ് ഈ പരിപാടി നടത്തിയിരുന്നത്. ആ കാലത്ത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് പ്രശസ്ത ചിത്രകാരൻ പാരീസ് മോഹൻകുമാറായിരുന്നു. ഇങ്ങനെ ഓരോ വർഷവും ഓരോ സന്ദേശങ്ങൾ. 2012 ഭക്ഷണം തന്നെ ഔഷധം എന്ന സന്ദേശമായി ആണ് 3-ാം വാർഷികം നടന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് നമ്മുടെ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു. ഇങ്ങനെ ഓരോ വർഷവും 4-ാമത്തെ വർഷം മഴവെള്ളത്തെ മണ്ണിലിറക്കൂ ജലസമൃദ്ധി ഉണ്ടാക്കൂ എന്ന സന്ദേശവുമായി 4-ാം വർഷം നടത്തുകയുണ്ടായി. ഇതുപോലെ ഓരോ വർഷങ്ങളിലും ഓരോ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഇത് നടത്തുവാനുള്ളൊരു കാരണം ഇത്തരത്തിലുള്ള മഹത്തായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരികയും ഇതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നല്ല ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ കാർഷിക രംഗത്തുമുള്ള കുറേ വികസനങ്ങൾ ഈ പ്രവർത്തനങ്ങളിലൂടെ നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ഏതായാലും നാം ഉദ്ദേശിക്കുന്നൊരു കാര്യം ഒരു നല്ല ലോകം സൃഷ്ടിക്കുക. അതായത് അതിന് പ്രധാനമായും വേണ്ടത് നമ്മുടെ മനസ്സ് നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക അഭിവൃദ്ധി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു സന്ദേശം കൂടി നമുക്ക് ഇതിലൂടെ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഉണ്ണിഗോപാൽ മാസ്റ്റർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കുറേ കാര്യങ്ങൾ എങ്ങനെ കൃഷി നടത്തണമെന്നതിനെക്കുറിച്ചും അതിലൂടെ എത്രമാത്രം നമുക്ക് നന്മ ഉണ്ടാക്കിയെടുക്കും, സമൂഹത്തിന് നന്മയുണ്ടാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചുമെല്ലാമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്രാവശ്യം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ സന്ദേശം ആരോഗ്യരക്ഷയ്ക്ക് അനുയോജ്യമായ ഭക്ഷണം എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് നാം മനസ്സിലാക്കണം. ഈ ഭക്ഷണത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമല്ല, നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പല രോഗങ്ങളും നമുക്കുണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ഒരു ബോധവൽക്കരണം ഈ പരിപാടിയിലൂടെ നടത്തുക എന്നുള്ളതാണ് വാസ്തവത്തിൽ നാം ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള നന്മയുടെ ലോകത്തേക്ക് വരാൻ വാസ്തവത്തിൽ ധാരാളം ആൾക്കാർ തയ്യാറായി എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി നമുക്ക് പലപ്പോഴും തന്നെ തോന്നിയിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും ഇപ്പം തന്നെ ഈ ഒരു പരിപാടിയെക്കുറിച്ച് ഈ ഒരു ഫെബ്രുവരി ആകുമ്പോഴേക്കും പല ആൾക്കാരും ചോദിച്ചു തുടങ്ങുന്ന ഒരു സ്വഭാവം, അതായത് ഹരിതാമൃതം എപ്പോഴാണ് എന്തിനെക്കുറിച്ച് ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായിട്ടുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ്. ഏതായാലും നമുക്ക് ഈ ഒരു ഹരിതാമൃതം പരിപാടിയിലൂടെ ഈ കാർഷിക രംഗത്തും ആരോഗ്യരംഗത്തും നല്ല ബോധവൽക്കരണ പരിപാടികൾ നടന്നുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും തീർച്ചയായും നിങ്ങളിൽ നിന്നുണ്ടാകുമെന്നത് ഞങ്ങൾക്കുറപ്പാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഹരിതാമൃതം പരിപാടി ഇന്നലകളിൽ ഏത് കാലത്തും നടന്നു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു വരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഇതിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ആരോഗ്യ രക്ഷയ്ക്ക് അനുയോജ്യ ഭക്ഷണം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 16ാമത് ഹരിതാമൃതം അരങ്ങേറിയിട്ടുള്ളത്. 2010 ആരംഭിച്ച ഹരിതാമൃതം കോവിഡ് കാലഘട്ടത്തെ പോലും അതിജീവിച്ചുകൊണ്ട് വിജയകരമായി
16ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. പൊതുജനങ്ങൾ നൽകുന്ന നിസ്സീമമായ സഹകരണങ്ങൾ മാത്രമാണ് ഇതുമായി മുന്നോട്ട് പോകാൻ സംഘാടകരെ പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം, എതിർപ്പുകളുണ്ടായിട്ടുണ്ട് തുടക്കം മുതൽ ഇന്ന് വരെ. എതിർപ്പുകളായി അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ജൈത്രയാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിങ്ങൾ മുഴുവൻ പങ്കാളികളാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളുടെ കൈകളിലെത്തിയ ബ്രീഫ്ലെറ്റിലുണ്ട് എല്ലാ കാര്യങ്ങളും. പ്രിയപ്പെട്ട മൺമറഞ്ഞു പോയ സാരഥികളെ സ്മരിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. നമ്മോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിലും അശാസ്ത്രീയ വികസനത്തിനെതിരെ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റുയർത്തിക്കൊണ്ട് കടന്നുപോയ മാധവ് ഗാഡ്ഗിൽ സാർ, ജൈവ ഭക്ഷണവും ജൈവ കേരളവും എന്നും താലോലിച്ചുകൊണ്ട് സരസനായി നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ കുടിക്കൊണ്ട മഹാനടൻ ശ്രീനിവാസൻ, ഇവർ രണ്ടുപേരെയും ഈ സ്മരണാഞ്ജലിയിൽ ഞാൻ ഓർക്കുന്നു. മറ്റൊന്ന്, ഈ ഹരിതാമൃതത്തിൻ്റെ തുടക്കം മുതൽ എൻ്റെ സാരഥ്യം വഹിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സാഹിത്യകാരൻ, വിമർശകൻ, ഏറ്റവും ഉന്നതനായ ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന പേരെടുത്ത ഡോക്ടർ CP ശിവദാസ് സാറിനെ ഞാൻ അനുസ്മരിക്കുന്നു. മറ്റൊന്ന്, ഹരിതാമൃതത്തിന് രൂപവും ഭാവവും നൽകുമ്പോൾ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട ശിവദാസ് ഓർക്കുന്നു ആദരവോടുകൂടി. മറ്റൊരാൾ, നമുക്കറിയാം, പരിപാടികളിൽ ഇടപെട്ടുകൊണ്ട് കർമ്മകുലശതയോടുകൂടി ഹരിതാമൃതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എപ്പോഴും മുന്നിൽ നിന്ന പ്രിയപ്പെട്ട ഡോക്ടർ ചന്ദ്രമണി നാരായൺ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റൊന്ന്, എപ്പോഴും ഹരിതാമൃതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ കർമ്മകുലശതയോടുകൂടി വീക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ബാലേന്ദ്രൻ ഏറാമല, അതേപോലെ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ മാസ്റ്റർ, ഹരിതാമൃതത്തിൻ്റെ തുടക്കം മുതൽ നമ്മോടൊപ്പം പ്രവർത്തിച്ച വടകര റഹ്മാൻ, നമുക്കൊരിക്കലും വിസ്മരിക്കാനാവാത്ത വിധം ഹരിതാമൃതത്തെ ചടുലമായ ഒരു മഹാപ്രസ്ഥാനമായി ഈ നാടിനെ പരിചയപ്പെടുത്തുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ഞങ്ങളെപ്പോലെയുള്ളവരെ എന്നും പ്രചോദിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ P. ബാലൻ മാസ്റ്റർ, പ്രിയപ്പെട്ട J. രാമാനന്ദൻ തുടങ്ങി മുഴുവൻ കടന്നുപോയ മഹാരഥന്മാരെയും സ്മരിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹരിതാമൃതം അവർക്ക് അവരുടെ സ്മരണാഞ്ജലി കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരിതാമൃതം 26ൻ്റെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 14 വർഷമായി നമ്മൾ വടകരയിൽ ഈ ഹരിതാമൃതം നടത്തുമ്പോൾ വടകരയിലും പരിസര പ്രദേശത്തുമുള്ള എല്ലാ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിപ്പോഴും നടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ലോകത്ത് ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും തുടങ്ങിയ കാര്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ എൻവയോൺമെൻറ്റ് വിങ് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം വരികയും ആ പ്രമേയം അന്ന് അമേരിക്ക വീറ്റോ ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇന്ന് ലോകമാസകലം ഒട്ടനവധി ദുരന്തങ്ങൾ അരങ്ങേറുകയാണ്. ഏറ്റവും അവസാനമായി അമേരിക്ക ഐക്യരാഷ്ട്രസഭയ്ക്ക് കൊടുത്തു വന്നിരുന്ന എല്ലാ ഫണ്ടുകളും റദ്ദാക്കുകയും ഐക്യരാഷ്ട്രസഭയ്ക്കെതിരായി മറ്റൊരു സമിതി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ അവിടുത്തെ ഭരണാധികാരികൾ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള
ജൈവ കൃഷി സമ്പ്രദായം നടപ്പിലാക്കാൻ വേണ്ടി ആ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ ആ ഗവൺമെൻറ് വലിയ കലാപത്തിൽ ഇടപെട്ട് ആ ഗവൺമെൻറ് അവിടെ നിഷ്കാസിതമായിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൽ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു, മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശാനുസരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പശ്ചിമഘട്ട മലനിരകളെന്നും അതേപോലെ ഹിമാലയൻ ഇതൊക്കെ ഉള്ളത് ഭാരതത്തിലാണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിൽ വളരെ വ്യക്തമായ ഒരു പരിസ്ഥിതി നിയമം ഉണ്ടാക്കുകയുണ്ടായി. ആ നിയമത്തിൽ നിർബന്ധമായും നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കപ്പെടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിലെ ഗവൺമെൻറ് പാർലമെൻറ്റ് നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ മാധവ് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഉണ്ടായത്. അത് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ റിപ്പോർട്ടൊന്ന് വാങ്ങാൻ പോലും തയ്യാറാകാതെ ആ റിപ്പോർട്ടിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ ആളെ നിയമിക്കുകയാണ് ചെയ്തത്. ഇന്ന് ആ റിപ്പോർട്ടുകൾ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ആ റിപ്പോർട്ടുകൾ നടപ്പിലാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധമായ രാജ്യം നമ്മുടേതാകുമായിരുന്നു. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ലോകത്ത് വലിയ മാർക്കറ്റുകൾ ഉണ്ടാകുമായിരുന്നു. ഒരു ജൈവ കാർഷിക സംസ്കൃതിയെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഈ അടുത്ത് ശ്രീ മാധവ് ഗാഡ്ഗിൽ നമ്മെ വിട്ടുപോയി. നോക്കണം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനം, എത്രയോ അവാർഡുകൾ, പത്മശ്രീ അടക്കമുള്ള നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അന്തർദേശീയ നിലവാരത്തിലുള്ള നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി പഠനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ പോലും അർപ്പിക്കാൻ അവിടെ പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിതിൽ കാണുന്നത്, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആളുകൾ ദുരന്തം കൊണ്ട് മരിച്ചു വീഴുമ്പോഴും ആർക്കും അതിൽ ആകുലതയില്ല. അവയൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. ശ്രീലങ്കയിലെ ഗവൺമെൻറ് നിലനിൽക്കുന്നില്ല, ഐക്യരാഷ്ട്രസഭയിലെ എൻവയോൺമെൻറ്റ് വിങ് നിലനിൽക്കുന്നില്ല, ഐക്യരാഷ്ട്രസഭ തന്നെ ഇല്ലാതാകാൻ പോകുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ, അതേപോലെ ഇതിന് അനുകൂലമായി സംസാരിച്ച ആളുകൾ, നമുക്ക് അങ്ങനെ ഓരോന്നും കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും ഇവിടെ നമുക്കൊരു ശുഭാപ്തി വിശ്വാസമാണ്. ഈ വടകരയിൽ ഈ ഒരു ആശയത്തോടെ അനുകൂലിച്ചുകൊണ്ട് ധാരാളം ആളുകൾ നിലനിൽക്കുന്നു. ഈ ഹരിതാമൃതം എന്ന പ്രസ്ഥാനം നിലനിൽക്കുന്നു. ഇപ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ സാധിക്കുന്നു. കൂടുതൽ ആളുകൾ ഈ ഒരു രംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് ഇത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇത് സാധ്യമായത് ഈ നാട്ടിലെ ജനങ്ങളുടെ അഗൈതവമായ പിന്തുണ, വടകര നഗരസഭാ കൗൺസിൽ ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ MLA-മാരായിക്കോട്ടെ, ഇവിടുത്തെ MP-മാരായിക്കോട്ടെ, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും ഈ ഒരു സംവിധാനത്തോടൊപ്പം സഞ്ചരിച്ചത് കൊണ്ട് മതി. ഇത് ഒരു മാതൃകയാകണം. ഇതൊരു മാതൃകയായി എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പം നമ്മുടെ നഗരങ്ങളിലെ മരങ്ങൾ ഇല്ലാതാവുകയാണ്. നഗരങ്ങളിലെ മരങ്ങൾ ഇല്ലാതാകുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മരങ്ങൾ വളർന്നാൽ ഓക്സിജൻ പാർലറുകൾ തുടങ്ങാൻ സാധിക്കുകയില്ലല്ലോ എന്ന ആകുലതയുണ്ടാകാം. നമുക്ക് വികസനത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. മരങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓക്സിജൻ പാർലറുകൾ തുടങ്ങാമല്ലോ. പണ്ട് വീരേന്ദ്രകുമാർ ഒരിക്കൽ പ്രസംഗിച്ചിരുന്നു. അന്ന് പറയുമ്പോൾ ഈ കുടിവെള്ളമായിരിക്കും എടുത്ത വിഷയം. വെള്ളം കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ വെള്ളം വാങ്ങുകയാണ്. ഡൽഹിയിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വായു വില കൊടുത്ത് വാങ്ങുകയാണ്. ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുക. ഞാൻ ദീർഘിച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ നമുക്ക് ഇന്ന് വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു ഉദ്ഘാടന സമ്മേളനമായിരുന്നു ഇന്ന്. കാരണം ഇന്നലെയായിരുന്നു നടക്കേണ്ടത്. ഇന്ന് ശ്രീ KV ദയാൽ ഈ സമ്മേളനത്തിൽ എത്തിച്ചേരുമെന്ന് വലിയ പ്രതീക്ഷയായിരുന്നു നമുക്ക്. ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു, അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനപ്രകാരം വിദേശത്തേക്കൊരു യാത്രയ്ക്ക് സാധ്യതയുണ്ട്, അത് വന്നില്ല എങ്കിൽ ഞാൻ തീർച്ചയായും വരും എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ യാദൃശ്ചികമായി ഇന്നലെ അവർ 7 ആളുകൾ ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ അവരുടെ കൂടെയുള്ള 6 ആളുകൾ വന്നിട്ടുണ്ട്. അവിചാരിതമായ കാരണങ്ങൾ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. കാരണം എന്നെ പോലെയുള്ള ആളുകൾ ഈ ഒരു രംഗത്തേക്ക് വരുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ഊർവരതയുടെ സംഗീതം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം അന്നത്തെ കാലത്ത് ജൈവ കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ഒരു പുസ്തകമായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം പിന്നീട് നടത്തിയ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ അദ്ദേഹം ഇപ്പോഴും കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കണം, ജൈവ കൃഷിയെക്കുറിച്ച് അത് മോശമാണ് എന്ന് പറയുമ്പോഴും ഒരു സർവകലാശാല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കോഴ്സ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജൈവ കാർഷിക മേഖലയിൽ. അതേപോലെ ജൈവ കാർഷിക മേഖലയിൽ ആ കോഴ്സ് പഠിക്കുന്ന ആളുകൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ്. ധാരാളം സംരംഭം ഇവിടെ തന്നെ നമുക്ക് ഈ പവലിയനുകളിൽ കാണാം. ഫാർമർ ഫസ്റ്റ് എന്ന് പറയുന്ന സംരംഭം, നമ്മൾ വെള്ളം ശുദ്ധീകരിക്കുന്ന സംഗതികൾ, അതിൻ്റെ വളത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പല ഈവൻ
പെയിൻറ്റ് പോലും, അതായത് നമ്മുടെ പ്രകൃതിക്ക് അനുകൂലമായ, നമ്മുടെ ആരോഗ്യത്തിന് അനുകൂലമായ പെയിൻറ്റുകൾ പോലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളും സമൂഹവും ഉണ്ടാക്കി നമ്മുടെ മാർക്കറ്റിൽ എത്തിക്കുന്നതിൽ നിതാന്തമായ ജാഗ്രത പുലർത്തുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം ഇത് വരുമെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് വന്നില്ല. പക്ഷെ അതിന് പകരം ഇന്ന് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ശ്രീ KP ഉണ്ണിഗോപാലൻ മാസ്റ്ററാണ്. ഉണ്ണിഗോപാലൻ മാസ്റ്റർ ഈ ഹരിതാമൃതം എന്ന് പറയുന്നത് ഇത് ആദ്യം ഇതിന് ഒരു തീരുമാനമെടുത്തപ്പോൾ, ഇതിൻ്റെ ഒരു സമിതിയിൽ തീരുമാനം വന്നപ്പോൾ ഞാനും അന്നത്തെ നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി അജിത് കുമാറും കൂടി ഞങ്ങൾ ഈ ചേമഞ്ചേരിയിൽ പോയി. അവിടെ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ഒരു മരത്തിൻ്റെ തണലിലിരുന്ന് ഉണ്ണിഗോപാലൻ മാഷുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം, നമ്മുടെ മഹേഷ് മങ്ങാട്, അദ്ദേഹം ഇന്ന് നമ്മൾ വിട്ടുപോയി, മഹേഷ് മങ്ങാട് ഒരു മീറ്റിങ്ങിൽ ഇത് പറഞ്ഞത്, ഒരു പഠന ക്ലാസ്സിൽ, നമ്മുടെ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിലെ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞു, കുറേ ഔഷധ ചെടികൾ വടകര ടൗണിൽ വെച്ചിട്ട് നമുക്ക് ആളുകളോടൊന്ന് സംസാരിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ ഉണ്ണിഗോപാലൻ മാഷ് എടുത്ത് പോയി. ഉണ്ണിഗോപാലൻ മാഷോട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യും, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക. അതേമാതിരി വളരെ നല്ല തീരുമാനമാണ്. അദ്ദേഹം അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെയുള്ള എല്ലാ വർഷങ്ങളിലും എല്ലാ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ, അത് നാടൻ പശുവിൻ്റെ കാര്യങ്ങളേക്കാളും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കാർഷിക ജൈവ, ഇവിടെ ഒരു പവലിയൻ തന്നെ അദ്ദേഹത്തിൻ്റെ, ഇപ്പം അദ്ദേഹത്തിന് ശാരീരികമായി ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. സുഗന്ധി ഗാർഡൻസിൻ്റെ ഒരു പവലിയൻ എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവും. അദ്ദേഹം നമ്മളെ രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ തികച്ചും ആപ്റ്റായ പേഴ്സണാണ്. ഈ ഹരിതാമൃതത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആപ്റ്റായ വ്യക്തിത്വമാണ് ശ്രീ ഉണ്ണിഗോപാലൻ മാസ്റ്റർ എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപരിസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ PK ശശിയാണ്. അദ്ദേഹം നമ്മുടെ ഈ സാമൂഹ്യ മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും തന്നെ വളരെ നല്ല പങ്കാളിത്തം വഹിച്ച വ്യക്തി. നമ്മുടെ ഈ പരിപാടിക്ക് തന്നെ അദ്ദേഹം കൃത്യം 9 മണിക്ക് തന്നെ ഇവിടെ എത്തി. ശരിക്കും പറഞ്ഞാൽ രമേശ് ചേട്ടൻ പറഞ്ഞു അതൊരു 9:30 പറഞ്ഞാൽ മതിയായിരുന്നു നമ്മളിന്ന്. പക്ഷേ അദ്ദേഹം കൃത്യം 9 മണിക്ക് തന്നെ ഇവിടെ എത്തി. ഇവിടെ നമ്മുടെ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഹരിതാമൃതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമുക്കിപ്പോൾ വടകര മുനിസിപ്പൽ പാർക്കിൽ നമുക്കൊരു പവലിയനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ എല്ലാ സംഗതികളിലും നല്ല പിന്തുണയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു രീതിയിൽ നമുക്ക് അനുകൂലമായ ധാരാളം നീക്കങ്ങൾ കാർഷിക മേഖലയിൽ, ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് നാളവും വയലിൽ നമുക്ക് വലിയ രീതിയിലുള്ള കാർഷിക പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു. നമുക്ക് നേരത്തെ 95-2000 ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കുറേ ശ്രമങ്ങളൊക്കെ നടത്തിയതാണ്. കുറേ കാര്യങ്ങളൊന്ന് കൃഷിയൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കാർഷിക മേഖലയിലെ കാര്യങ്ങളിൽ നാളവും വയലിലെ വികസനവും നാളവും വയലിൽ കൂടുതൽ പ്രദേശ സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അങ്ങനെ ശക്തമായ ഇടപെടൽ ഈ രംഗത്ത് ജനങ്ങൾക്ക് ജനപക്ഷ ചിന്തയോടുകൂടിയുള്ള ഇടപെടൽ നടത്തുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. നമ്മുടെ ഈ സദസ്സിൽ അധ്യക്ഷം വഹിച്ചതിന് അദ്ദേഹത്തെ ഞാൻ സ്നേഹപരിസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ സമ്മേളനത്തിൽ നമ്മുടെ ഹരിതാമൃതം ചെയർമാൻ ശ്രീ ദാമോദരൻ മാസ്റ്ററാണ് ഉണ്ണിഗോപാലൻ മാസ്റ്ററെ പൊന്നാടി അണിയിച്ചാദരിച്ചത്. ദാമോദരൻ മാസ്റ്റർ എൻ്റെ അധ്യാപകനാണ്, എൻ്റെ ഗുരുനാഥനാണ്. എന്നെ ട്രെയിനിങ് സ്കൂളിലും സംസ്കൃത സ്കൂളിലും ഒക്കെ തന്നെ അങ്ങനെ ഓരോ ഞാൻ ഏത് സ്കൂൾ മാറിയാലും അവിടെയൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ ഹരിതാമൃതത്തിൽ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഹരിതാമൃതത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ സജീവമായി വളരെ ആത്മാർത്ഥമായ രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഹരിതാമൃതം വലിയ തോതിൽ അതിനെ ജീവാത്മാവായി കൊണ്ട് നടക്കുന്ന അഭിനന്ദനായ ഗുരുനാഥനാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപരിസരം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ നമ്മുടെ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി തങ്കമണി ടീച്ചറാണ്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാൻ അന്ന് കൗൺസിലിൽ ടീച്ചർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടീച്ചർ ഇവിടുത്തെ ചെയർമാനായി. ആ ചെയർപേഴ്സൺ ആയിരുന്ന അവസരത്തിൽ അന്ന് നടത്തിയ വടകര കോട്ടപ്പറമ്പിൽ നടത്തിയൊരു പരിപാടി ഇപ്പോഴും ഞാൻ ഓർക്കുക. അതിൽ വടകര മുനിസിപ്പൽ അതിർത്തികളിലുള്ള കർഷക തൊഴിലാളികളായ ആളുകളെ ആദരിക്കുന്ന ഒരു പരിപാടി, അത് വലിയ ഒരു സമ്മേളനമായിരുന്നു. ടീച്ചറുടെ നേതൃത്വത്തിൽ അന്ന് ശരിക്കും പറഞ്ഞാൽ നഗരസഭയും പിന്നെ ഈ കാർഷിക സഹായ തൊഴിലാളി സംഘം എന്ന് വെച്ചാൽ ഒരു ഇഴുകിച്ചേർന്ന് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ധാരാളം പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ, കാർഷിക ക്ലബ്ബുകൾ, കലാസാംസ്കാരിക സംഘടനകൾ, കൂട്ടായ്മകൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ അന്ന് നടത്തിയിരുന്നു. അതിന് എല്ലാം ഇവിടെ എണ്ണി പറയാൻ സാധിക്കുന്ന സമയം കുറവാണ്. നമ്മുടെ ആ മനസ്സിൽ ഈ കൃഷിയോടും ഈ സമൂഹത്തോടും ഈ ജനതയോടുമുള്ള ഒരു സമർപ്പിതമായൊരു മനസ്സുള്ള വ്യക്തിത്വമാണ് തങ്കമണി ടീച്ചർ എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് സ്നേഹപരിസരം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഏറ്റുവാങ്ങിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഹരിതാമൃതത്തിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് നാരായണൻ നായർ.
ഇതിൻ്റെ ഹരിതാമൃതത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ ഇതിൻ്റെ ആശങ്കകൾ അദ്ദേഹം എപ്പോഴും പങ്കുവെക്കും. ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, അതിനുവേണ്ടി എപ്പോഴും എന്നെ വിളിച്ച് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ ഹൃദയപുരസ്സരം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മുടെ ചേർത്തലയിൽ നിന്നും ശ്രീ ഉണ്ണികൃഷ്ണ പണിക്കർ ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ ജൈവ കാർഷിക കൂട്ടായ്മ അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള വിത്തുകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ എന്നെ കാണുമ്പോൾ പറയും നല്ല വിത്തുകളാണ്, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന വിത്ത് ഇങ്ങനെ ഗുണം ചെയ്തു, ഇങ്ങനെ ഗുണം ചെയ്തു. അപ്പം അങ്ങനെ ആ കാർഷിക മേഖലയിൽ സമർപ്പിതമായൊരു ജീവിതം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ അടുത്ത അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു വിശേഷത്തിന്, കല്യാണത്തിന് ഞാൻ പോയിരുന്നു. അപ്പോൾ നമ്മുടെ പല പരിപാടികളിലും, ആലപ്പുഴ ജില്ലയിലെ പല പരിപാടികളിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നമ്മളോട് വന്ന് സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഹൃദയപൂർവ്വം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ മുൻ കൗൺസിൽ നമ്മുടെ സോമശേഖരൻ ഇവിടെ സംസാരിച്ചിട്ടില്ല, അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അതേപോലെ തന്നെ ശരണ്യ വാഴയിൽ, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ MC ഇബ്രാഹിം, അദ്ദേഹം അന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൗൺസിലുണ്ടായിരുന്ന വ്യക്തിത്വമാണ്. ശ്രീ MC ഇബ്രാഹിം അദ്ദേഹം പിന്നെ അന്നത്തെ കൗൺസിലിന് അന്നത്തെ ഈ പ്രവർത്തനങ്ങളിൽ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയാണ്. വടകര നഗരസഭാ കൗൺസിലിൽ കാർഷിക സഹായ തൊഴിലാളി സംഘം എന്ന് പറയുന്നൊരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിഹാസമുണ്ടായിരുന്നു. അന്നത്തെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ മീറ്റിങ്ങിൽ ശങ്കരക്കുറുപ്പ് ചെയർമാനോടും അന്നത്തെ സെക്രട്ടറി വേണുഗോപാലിനോടും അവിടുത്തെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ചോദിക്കുന്നത്, അത് ശരി മുനിസിപ്പാലിറ്റിയിലും കൃഷി തുടങ്ങുകയാണെന്ന് ചോദിച്ചു. അങ്ങനെ പരിഹസിക്കുമായിരുന്നു. പക്ഷേ അന്ന് അതൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിന് അന്നത്തെ കൗൺസിലിൻ്റെ നല്ല പങ്കാളിത്തം, അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് നേരത്തെ പറഞ്ഞ തങ്കമ്മ ടീച്ചറായാലും അതുപോലെ MC ഇബ്രാഹിം, എല്ലാവരും തന്നെ. ഏവരെയും ഞാൻ ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയിരിക്കുന്ന ശ്രീ AV ഗണേശൻ, P സത്യനാഥൻ, എല്ലാവർക്കും, അതേപോലെ നമ്മുടെ ജനറൽ കൺവീനറായിട്ടുള്ള പുറന്തോട്ടത്ത് ഗംഗാരേട്ടൻ, അതേപോലെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഈ ശ്രീ പ്രൊഫസർ KK mahmood, എല്ലാവരെയും നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്ത് രാവിലെ മുതൽ, സാധാരണ നമ്മൾ വൈകുന്നേരമാണ് നമ്മൾ ഉദ്ഘാടനം വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വലിയ റിസ്ക്കൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഇത് രാവിലെ വന്ന് പെട്ടതുകൊണ്ട് ഉള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഏതായാലും ഈ രാവിലെയും എല്ലാ ആളുകളും വന്നു ചേർന്നിട്ടുണ്ട്, വളരെ സന്തോഷം. ഹരിതാമൃതത്തിൻ്റെയും അതുപോലെ നമ്മുടെ സമൂഹത്തിലെ ഈ ട്രസ്റ്റ് മുന്നോട്ട് വെക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ നൽകുന്ന പിന്തുണ വളരെ വിലപ്പെട്ടതാണ്. ആ പിന്തുണയാണ് നേരത്തെ ദാമോദരൻ മാഷ് പറഞ്ഞ പോലെ ഓരോ മാസം എത്തുമ്പോഴും ഈ ഹരിതാമൃതം ആയോ എന്ന് തുടങ്ങുന്ന പോലെ എല്ലാ ആളുകളും ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വിജയകരമായി നടക്കുന്നത്. ഈ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്ന അഭിവാദനങ്ങൾ.